അത് നല്ല, അത് പറയുമ്പോ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. അത് വേറൊരു വെറൈറ്റി സാധനമാണ് ആ സാധനം. പഴമക്കാരുടെ അത് പുതുമയിലേക്ക് വരുമ്പോഴും ആ ടേസ്റ്റ് അതേപോലെ തന്നെ ഉണ്ടാവും. കാന്താരി കിട്ടിയ നല്ലതാണ്. കുറച്ച് എരിവും ഇങ്ങനൊക്കെ ആയിട്ട് പൊട്ടിക്കാൻ പറ്റിയ സാധനം. ലൈക്ക് 10 എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഫ്ലവർ. ഹായ് സൈറേ എന്ന് പറയുന്നുണ്ട്. ഫ്ലവർ ടുഗദർ ആണ് സൈനിക. നല്ലതാ. വീട്ടിൽ പോകുമ്പോൾ കാന്താരി ഉണ്ട്. അങ്ങനെ ചെയ്യാം. അതെ, അത് ചെയ്തിട്ട് നമുക്ക് ഒരു വീഡിയോ എടുത്തിടണം കേട്ടോ. അതങ്ങനെ പൊട്ടിക്കണത്, കുത്തണത്, ചതക്കണത്, അതുപോലെ ഉള്ളി ചതക്കണത്, വെളിച്ചെണ്ണ ഒഴിക്കണത്, ഉപ്പിടണത്, തിരുമണത്, എന്നിട്ട് അതെടുത്ത് നാവുമ്മ വെക്കണത്. വാ, പൊളിക്കും. ആരണം വീഡിയോ ഇടണേ. കപ്പ ഞങ്ങൾ ചുട്ടെടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ നദീറത്തെ പറയുന്നത്. നദീറാന്നാണ് കേട്ടോ ഫ്ലവറിന്റെ പേര്. എല്ലാരോടും കൂടെയാണ്. പരസ്പരം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കാനും പരിചയപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ആ ടീച്ചർ എല്ലാവരും അറിയുന്നവര്, നദീറാത്താൻ ഓൾമോസ്റ്റ് എല്ലാവരും അറിയുന്നവരാണ്. എങ്കിൽ പോലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്ലവർ ശ്രീനി വിളിക്കുന്നുണ്ട്. ഹായ് ഹൈഫാടെ ഹൈഫാസ് വേൾഡ് വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഹൈഫാടെ ഉപ്പച്ചിന്ന് വായിക്കാൻ പോയി പെട്ടെന്ന്. പിന്നെയാണ് വേൾഡ് കണ്ടത്, 786 കണ്ടത്. ഹായ് ഹൈഫ, എന്താണ് വിശേഷം? അസ്സലാമു അലൈക്കും പറയുന്നുണ്ട്. ഐസിൻ ഫ്ലവറിന് സ്നേഹം കൊടുക്കുന്നുണ്ട്, ഹൈഫാക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെയുള്ള മെസ്സേജുകൾ നമ്മൾ വായിച്ചു. മോഹനേട്ടന് നമ്മുടെ നദീർ എത്തിയിട്ടുണ്ട്. മോഹനേട്ടന് കുറച്ച് സമയം കൂടെ ഉണ്ടെങ്കിൽ ഇരിക്കാട്ടോ നമ്മുടെ കൂടെ. അതുപോലെ ഈ മുളക് ഉള്ളിയും കൂടെ വറുത്തിട്ട് അത് കുത്തിപ്പൊട്ടിച്ച് എണ്ണ ഒഴിച്ചാലും അടിപൊളിയാ. അത് ഉണക്കമുളകല്ലേ? ആ, ഉണക്കമുളക് വറുത്തിട്ട് നല്ല പൊടി ഇതാക്കി അത് നല്ല അത് വേറൊരു സാധനം. ഓ, അതൊന്നും പറയല, വായിൽ കപ്പലോടുന്നു. അതാ മുളകെ ചെറിയൊരു ഓട്ടിട്ടിട്ട് ഉപ്പി മുക്കും തോന്നുന്നു വറക്കാൻ അതെ. വേണ്ടി. ഹൈഫ, നമ്മുടെ നെജുവിന് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഇതില്? നെജുവിന്, ഷാനുവിന്, സൗദാന് ഒന്ന്. അത് ഹൈഫാക്കേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറ്റുവാണെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യിക്കും. അതെ, ഞാനും അതാ പറയുന്നത്. ഇത് നമ്മൾ പറയുമ്പോ നമുക്ക് തന്നെ അതിന്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞ. മോഹനേട്ടന് ചോദിക്കുന്നുണ്ട്, ഹൈഫ ചോദിക്കുന്നുണ്ട് ടുഗദറിൽ ആരാന്ന്. മോഹനേട്ട ഒന്ന് പറഞ്ഞു കൊടുത്ത നമ്മുടെ ഹൈഫക്ക് ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തു. മോഹനേന്ദ്രൻ കോട്ടയം കുരുക്ഷേത്ര ക്രിയേഷൻസ് ചാനലിന്റെ പേര്. നമ്മുടെ പുതിയ ഇതില് മോഹനേട്ടന് ഇവിടുന്ന് ഇറങ്ങിയാൽ കമന്റ് ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. മോഹനേട്ടന് ഇതിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അതിൽ കമന്റ് ഉണ്ടാവും. എല്ലാരും നമ്മുടെ മോഹനേട്ടനെ അതിൽ കൂടെ ഒന്ന് കൂട്ടാക്കി കൂടെ കൂടിക്കോട്ടാ. മോഹനേട്ടന്റെ ലൈവ് ഉണ്ട്, 10 മണിക്കുണ്ട്, 9 മണിക്കുണ്ട്. ഓക്കെ, 10 മണിക്കും 9 മണിക്കും 2 ലൈവാണ്. സോറി, 10 മണിക്കൂർ 2 മണിക്കൂർ 2 ലൈവാണ് ഉള്ളത്. ആ 2 ലൈവിലും നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ലൈവ് പോലത്തെ ലൈവ് ഒന്നുമില്ല മോഹനേട്ടന്റെ ലൈവ്. മോഹനേട്ടൻ തനിച്ചാണ് ഉണ്ടാവുക. പക്ഷെ ആ തനിച്ച് ആ ഒരു വ്യക്തി മതി അവിടെ ആ ഒരു പ്രസൻസ് കൊണ്ടുവരാൻ കേട്ടോ. ഹായ് മോഹനേട്ടാ എന്ന് പറയുന്നുണ്ട് ഹൈഫ. ഐസിൻ വ്ലോഗ് ഡണ്ണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോഹനേട്ടൻ കമന്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. അതിന്റെ ലാസ്റ്റത്തെ ഇതില് ഒരു കമന്റ് ഇട്ട് വെക്കാൻ മറക്കണ്ടവരൊക്കെ ഉണ്ടാവും. അത് ഏത് കാര്യം വേണമെങ്കിലും യൂട്യൂബ് കട്ട് ചെയ്യാത്ത എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം എന്റെ ലൈവിൽ. എല്ലാത്തിനും അറിയാവുന്ന മറുപടി പറയാൻ, അറിയാൻ മേലത്തിന് അറിയത്തില്ല എന്നുള്ള മറുപടി പറയും. ഏതിനും മറുപടി പറയും. പിന്നെ മോശം കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വായിക്കല്ല, അത് യൂട്യൂബുകാർക്ക് പ്രശ്നമാകും. അതുകൊണ്ട് ചിലർ അങ്ങനെയും വരുന്നുണ്ട്. അങ്ങനത്തെ മോശം. സൗദ വന്നൂലോ. സൗദ വെൽക്കം, അസ്സാം വലൈക്കും. എന്താണ് സൗദ? ഇത് നമ്മുടെ മോഹനേട്ടനാണ് കേട്ടോ. ഞങ്ങളുടെ മോഹനേട്ടൻ നിങ്ങൾക്കും കൂടെ സ്വന്തമാക്കാം. ഞങ്ങളുടെ മോഹനേട്ടനാണ്, നിങ്ങൾക്കും സ്വന്തമാക്കാം ഇനി. ഇതിൽ സബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ മറ്റേ വിഷ്വൽ ഡോക്കിന്റെ അവസാനത്തെ ഷോർട്ടിൽ ഞാനൊരു എന്റെ ഏറ്റവും ലാസ്റ്റത്തെ ഷോർട്സ് എന്ന് പറയുന്നത് നമ്മള് ഒരു മറ്റേ കവിതയാണ് കേട്ടാ. പിറവിക്കു ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. അതിന് മുന്നേ ഒരു പൂച്ചക്കുട്ടിയുടെ ഇതുണ്ട്. രണ്ടിനും ഇട്ടേക്കാം. പൂച്ചക്കുട്ടി ഉണ്ട്. അപ്പൊ അതില് 2ലും ഇട്ടോ. അതില് 2ലും ഇവരൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ മോഹനേട്ടനോട് കൂടെ നിങ്ങളും മോഹനേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം കൂട്ടാക്കാൻ പറ്റും. നമ്മുടെ കാറ്റ് ലവറിനെ കിട്ടാൻ വഴിയുണ്ടാ? കാറ്റ് ലവർ ഈ സമയത്ത് കിട്ടാൻ വഴിയില്ല അല്ലെ സൗദ? ഹൈഫ, നെജു എത്തിയിട്ടില്ലല്ലോ അല്ലെ? പാട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും പാട്ട് വരും കേട്ടോ. പാട്ടുണ്ട്, തീർച്ചയായിട്ടും പാട്ടുണ്ട്. 2 വരികളൊക്കെ നിങ്ങൾ ഇങ്ങനെ എഴുതി അയച്ച. മോനേട്ട ഒരു പാട്ട് പാടി കൊടുത്തോ മോനേട്ടാ. ഒരു കവിതയുടെ ഏതായാലും ലൈൻ ചൊല്ലാം, പണ്ട് പള്ളിപ്പുറത്ത് പഠിച്ചത്. അല്ലെ നമ്മുടെ കാക്ക കൂടെ ഇവിടെ പാടാം. അതാണ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പാട്ടല്ലേ. അത് പുതിയ പഴയ കാക്കല്ല. ഐസിനെ ഒരു മിനിറ്റ്, ഈ പാട്ടൊന്ന് കേട്ടിട്ട് പോയിക്കോ.